അപ്പോൾ ഈ 90 മിനിറ്റ് മാത്രം നമ്മൾ ഉറങ്ങിയാൽ മതിയോ? അങ്ങനെ ഒരു ഫുട്ബോൾ വേൾഡ് കപ്പ് കൂടെ വന്നു. ഇത്തവണ മത്സരങ്ങൾ അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലും ഒക്കെ വെച്ചാണ്. ബ്രസീൽ, പോർച്ചുഗൽ, അർജന്റീന, ഫ്രാൻസ്, ജർമ്മനി ടീമുകളെല്ലാം റെഡി ടു ബാറ്റിൽ. പക്ഷെ നമ്മുടെ സ്ലീപ്പിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. പക്ഷേ ഫുട്ബോൾ വേൾഡ് കപ്പ് അല്ലേ, കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ സ്ലീപ്പ് ഒരു 90 മിനിറ്റ് സൈക്കിളാണ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ലൈറ്റ് സ്ലീപ്പ്. അതായത് ഇവിടെയാണ് നിങ്ങളുടെ ബോഡി ഉറക്കത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതും ഉറക്കം സ്റ്റാർട്ട് ആവുന്നതും. ബോഡി റിലാക്സ് ആവും, ബ്രീത്തിങ് സ്ലോ ഡൗൺ ആവും, നിങ്ങൾ ഹെഡ് റേറ്റ് ഡ്രോപ്പ് ആവും. സെക്കൻഡ് സ്റ്റേജ് അതായത് ഡീപ്പ് സ്ലീപ്പ്. ഇവിടെയാണ് നിങ്ങളുടെ ബോഡി റിക്കവറി നടക്കുന്നത്. തേർഡ് സ്റ്റേജ് അതായത് റെം, റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്. ഈ ഒരു സ്റ്റേജിലാണ് നിങ്ങളുടെ ബ്രെയിൻ ടിഷ്യൂസ് റിപ്പയർ ആവുകയും നിങ്ങൾ സ്വപ്നങ്ങളൊക്കെ കണ്ടു തുടങ്ങുന്നത്. അപ്പോൾ ഈ 90 മിനിറ്റ് മാത്രം നമ്മൾ ഉറങ്ങിയാൽ മതിയോ? അല്ല, ഈ 90 മിനിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്ലീപ്പ് സൈക്കിളാണ്. ഇതുപോലെ 5 മുതൽ 6 റൗണ്ട് സ്ലീപ്പ് സൈക്കിൾസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. എങ്കിലേ കംപ്ലീറ്റ് റിക്കവറി നടക്കത്തുള്ളൂ. എന്തായാലും സ്ലീപ്പ് സൈക്കിൾ തെറ്റും. 1-2 തവണ തെറ്റിയാൽ ഇറ്റ്സ് ഓക്കെ. പക്ഷേ സ്ഥിരം തെറ്റിയാൽ അത് പ്രശ്നമാവും. ഇതെങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ചസ് മാത്രം പിക്ക് ചെയ്യുക. വെറുതെ കോഫി അടിച്ച് നിങ്ങളുടെ ഫുട്ബോൾ നൈറ്റ് സ്പെൻഡ് ചെയ്യരുത്. അവോയ്ഡ് ഹെവി മീൽസ് ഡ്യൂറിങ് യുവർ ഫുട്ബോൾ മാച്ചസ്. റിമെമ്പർ, നിങ്ങളുടെ സ്നാക്ക് ടൈമിലല്ല വേൾഡ് കപ്പ് നടക്കുന്നത്. അതുകൊണ്ട് ക്രേവിങ്സ് വരുവാണെങ്കിൽ നല്ലോണം വെള്ളം കുടിച്ചോ. ഇനി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു വേക്കപ്പ് ടൈം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഐ ഹോപ്പ് ദിസ് ഹെൽപ്സ്. പോലെ നിങ്ങളുടെ ഫേവറേറ്റ് ടീം ഏതാണെന്ന് കമൻറ്റ് ചെയ്തോ.